അയ്യോ അതൊന്നും മൈരൻ എനിക്കറിയാം. അയ്യോ റോളടാ ന്യൂ ഗ്യാങ് അപ്ഡേറ്റ്. യെസ്, ന്യൂ ഗ്യാങ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ന്യൂ ഗ്യാങ്ങിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ഞാൻ ന്യൂ ഗ്യാങ് ഇപ്പൊ തുടങ്ങുന്നു എന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞു? ഞാൻ ഇപ്പോഴും ക്ലിയർ ആയിട്ട് അറിയാം. ഞാൻ ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിട്ടാണ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള സിറ്റിയിൽ ആർപ്പി കളിക്കുന്നത്. മുതുകിലോട്ടോ ഞാൻ പുതിയ ഗ്യാങ് തുടങ്ങണമെന്നോ അതും വെച്ചൊന്നും അല്ല ഞാൻ ഇറങ്ങിയത്. ഞാൻ ഇറങ്ങിയ സമയത്ത് മനസ്സിലായി ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങുന്നത് കൊണ്ടാണ് അന്ന് ഞാനത് പറഞ്ഞു, മനസ്സിലായത്. അല്ലാണ്ട് അപ്പം എനിക്ക് സത്യം പറയാം ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. ഞാനല്ല ഒരു പുറത്തുനിന്ന് സംസാരിക്കും. എനിക്ക് തന്നെ ഇപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതായിട്ട് കുറെ കാര്യത്തിൽ കൺഫ്യൂഷൻസ് ഉണ്ട്, മനസ്സിലായോ? മുമ്പോട്ട് എന്ത് ചെയ്യണം, മനസ്സിലായോ? എന്താണ് ചെയ്യേണ്ടത് എനിക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല ആക്ച്വലി പറഞ്ഞാൽ. കാരണം ഇതിൻ്റെ അകത്ത് ഇവർക്ക് ഇറങ്ങേണ്ടി വരുന്നൊരു സിറ്റുവേഷനിലോട്ട് ഞാൻ ഇറങ്ങിയ ശേഷം അവിടെ ഗ്രൂപ്പിൽ സംസാരങ്ങളും കാര്യങ്ങളും ഉണ്ടാവും പോലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതിന് ശേഷമാണ് നിനക്ക് ഇറങ്ങുന്നതെല്ലാം ഉണ്ടാവും. അപ്പോൾ എനിക്കതൊന്നും അതുകൊണ്ട് മനസ്സിലായില്ല. പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാനൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല, മനസ്സിലായത്. എനിക്ക് അത് അറിയത്തില്ല ഇനി എന്ത് ചെയ്യണം, മുമ്പോട്ട് ചെയ്യണം എന്നുള്ളത് കറക്റ്റ് ഒരു ക്ലിയർ പ്ലാൻ എനിക്ക് തന്നെ ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അത് വെച്ചിട്ട് എന്ത് പറയാനാണ്? വെയിറ്റ് ചെയ്യാം, നമുക്ക് എന്താണോ ഒരു ഫ്ലോ ഉണ്ടല്ലോ ഗൈസ്, ഒരു ഫ്ലോ ഉണ്ടല്ലോ, ആ ഫ്ലോയ്ക്ക് അനുസരിച്ച് പോകണമെന്നുള്ളതാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ നടക്കുന്നത്, മനസ്സിലായോ? കാരണം ടി വിയിൽ റിക്രൂട്ട്മെന്റ് എന്തായാലും ഉടനെ വരും. ഇനിയിപ്പോ ടി വിയിൽ എന്തായാലും റിക്രൂട്ട്മെന്റ് ഉടനെ വരും ഗൈസ്. അപ്പം അങ്ങനെയാകുമ്പോ ഇതിനകത്ത് ഇവർക്ക് എല്ലാവർക്കും എന്റെ കാര്യം ഒഴിച്ചിട്ട് ഇവരെല്ലാവരും ഒരുമിച്ച് കയറണം എന്നാണ് എൻ്റെ ആഗ്രഹം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളതാണ് ലാസ്റ്റ് മീറ്റിംഗ് വെച്ചത്. അത് നടന്നില്ല. അത് സംസാരങ്ങൾ അങ്ങനെ നേരെ പോയില്ല. ഇപ്പം ഇനിയിപ്പോൾ കയറുകയാണെങ്കിൽ തന്നെ ഇവരെല്ലാവരും ഒരുമിച്ച് തിരിച്ചു കയറണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ കാര്യം ഒഴിച്ചിട്ടാണേലും ഇവരെല്ലാവരും ഒരുമിച്ച് കയറണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം കുറച്ച് പേരായിട്ട് ഇതിലൊക്കെ അല്ലാതിരിക്കുകയാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് തന്നെ അപ്പം അറിയത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി. ഇപ്പം ഞാനിപ്പം ഞാൻ മാത്രം മാറി കളിച്ചാൽ കുഴപ്പമാവില്ല. പക്ഷെ എല്ലാവരും ഇപ്പം എൻ്റെ കൂടെ എത്രയും പേര് കുറേ പേര് മാറുകയാണെങ്കിൽ അത് വേറെ രീതിയിലാവും വീണ്ടും. ഇതൊക്കെ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണോ എനിക്ക് അറിഞ്ഞൂടാ. അതാണ് സത്യം പറഞ്ഞാൽ, മനസ്സിലായത്. എന്ത് ഡിസിഷൻ എടുത്താലും അതിൻ്റെ അകത്ത് നെഗറ്റീവ് എന്ന് പറയുന്ന രീതിയിലോട്ട് പിന്നെ മാറും, മനസ്സിലായ? കാരണം നിങ്ങളെല്ലാവരും ടി വിയെ കണ്ടു വന്നവരാണ്, നിങ്ങൾ ടി വി തന്നെ സ്നേഹിച്ച് വന്നവരാണ്, മനസ്സിലായി? അപ്പം നാളെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ടി വിയെ എന്നുള്ളൊരു സാധനത്തിൽ നിന്ന് എപ്പാർട്ടായിട്ട് വരുന്നൊരു ഡിസിഷനാണ് എടുക്കുകയാണെങ്കിൽ, ഇപ്പം മനസ്സിലായ ഞാൻ ടി വി കളിക്കുന്നില്ല എന്നുള്ള രീതി പറയുകയാണെങ്കിൽ ഇവരൊക്കെ എൻ്റെ കൂടെ നാളെ കളിക്കാൻ വന്നിട്ട് ടി വിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ അതും വീണ്ടും ബാഡാവും, മനസ്സിലായി? നിങ്ങൾക്ക് എൻ്റെ അടുത്തായിരിക്കും ദേഷ്യം വരുന്നത്, മനസ്സിലായി? ഞാൻ വിളിച്ചിറക്കിക്കൊണ്ട് മാറ്റി നിർത്തി ഇവരെ ഇതാക്കുന്നു എന്നൊരു തോട്ട് വരും, മനസ്സിലായ? ഓക്കെ, അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട് ഗൈസ്. എനിക്കത് അതുകൊണ്ട് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് കാര്യങ്ങൾ എനിക്കറിയത്തില്ല, മനസ്സിലായില്ലേ? ഇനി വേറെ ഗ്യാങ് ആവുന്നതോ അങ്ങനത്തെ കാര്യങ്ങളും ഒന്നും എനിക്കിപ്പോൾ ഒന്നിനെപ്പറ്റി ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ഇല്ല ഗൈസ്, സത്യം പറഞ്ഞ ഐഡിയ. ചില സമയത്ത് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴോ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് അന്നേരം ഓരോ ഡിസ്റ്റൻസ് എടുക്കാൻ തോന്നും, മനസ്സിലായോ? ഒരു ഡിസ്റ്റൻസ് ചാടിക്കയറി ഇപ്പോൾ എടുക്കാൻ തോന്നും, മനസ്സിലായോ? വെച്ചാൽ ആ ഒരു മൊമെൻറ്റിൻ്റെ ദേഷ്യത്തിലും അല്ലെങ്കിൽ ആ ഒരു സമയത്തെ വിഷമത്തിലും നമ്മൾ പെട്ടെന്ന് ഓരോ ഡിസിഷൻസ് എടുക്കും. പക്ഷെ അത് പിന്നെ ചിലപ്പോൾ ശരിയല്ലാന്ന് പിന്നെ ആയിരിക്കും തോന്നുന്നത്, മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസിഷൻ അല്ല എടുക്കേണ്ടിരുന്നത്, റൈറ്റായിട്ടുള്ള ഡിസിഷൻ ഇതല്ല എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ചാടിക്കയറി ഒരു ഡിസിഷനും എടുക്കാതെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ മുമ്പോട്ട് പോണ ഒരു ഫ്ലോ എന്താണോ ആ ഫ്ലോയ്ക്ക് അനുസരിച്ച് മുമ്പോട്ട് പോവാം, മനസ്സിലായോ? അതാണ് ഇപ്പോഴത്തെ ഒരു ഇത്, മനസ്സിലായോ? എന്താണോ മുമ്പോട്ടുള്ള ഫ്ലോ ആ ഫ്ലോയ്ക്ക് അനുസരിച്ച് പോവാം, മനസ്സിലായോ?
അല്ലാണ്ട് ഞാനായിട്ടൊരു കാര്യം പ്ലാൻ ചെയ്തിട്ട് അത് അവസാനം വീണ്ടും ശരിയായി പോവോ അല്ലെങ്കിൽ അത് പിന്നെ അത് കാരണം വീണ്ടും നെഗറ്റീവ് ആവോ ആൾക്കാർക്കെന്ന് എനിക്ക് അറിയത്തില്ല. ന്യൂ ഗ്യാങ് ആയോ ഒരു ആ ടോപ്പിക് വിടണ്ടാണ്. ടോപ്പിക് വിടുന്നതിൻ്റെ അല്ലടാ ഞാൻ ഇത് എത്രയായാലും ഈ ടോപ്പിക്ക് വിടാതിരിക്കാൻ വിട്ടിട്ട് ഈ ടോപ്പിക്ക് നമുക്ക് കംപ്ലീറ്റ്ലി വിടാൻ പറ്റുന്ന ഒരു സംഭവം അല്ലല്ലോ, മനസ്സിലായി? കാരണം മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തെ കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും. വീട് റാസ്കെല്ലാം അടിച്ച് കറങ്ങാൻ സംസാരം നോക്കിയാണ്. നെഗറ്റീവായിട്ട് വെച്ചല്ല, അത് നെഗറ്റീവായിട്ടൊന്നും പറയാൻ പറ്റൂല. എനിക്കല്ലാതെ ഗ്യാങ് എനിക്ക് ഗ്യാങ് എന്നുള്ള രീതിയിൽ എന്തിനാണ് ഇപ്പൊ വേറെ ഗ്യാങ് തുടങ്ങി അങ്ങനെ കിടിലായിട്ട് കാണിക്കാം, അങ്ങനെ ഒരു സംഭവം ഇല്ല. ലാസ്റ്റ് ഓപ്ഷൻ ആണ് ഗൈസ്. വേറെ ഗ്യാങ് തുടങ്ങുന്ന പറയുന്നത് ഒരു ലാസ്റ്റ് ഓപ്ഷൻ ആണ്, മനസ്സിലായോ? എന്താ സ്പീഡ് എന്തരിത് കണ്ടീത് അണ്ണാ ഒന്ന് സംസാരിച്ച് തീർക്കും. എടാ സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണോന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ലടാ. ഞാൻ വെറുതെ നിങ്ങളടുത്ത് കള്ളം പറഞ്ഞിട്ട് എന്തൊരു കാര്യം? എനിക്ക് വേണമെങ്കിൽ നിങ്ങളത് സംസാരിച്ച് തീർക്കാടാ. ഞാൻ കള്ളം പറഞ്ഞിട്ട് നിങ്ങളിത് ഹോപ്പ് വരുന്നത് നല്ല ശരിയല്ലല്ലോ. തീർക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണോന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ലാസ്റ്റ് സംസാരം തന്നെ സത്യം പറഞ്ഞാൽ പ്രതീക്ഷേനേക്കാളും കൂടുതൽ വഷളാവേണ്ടി. ഞാൻ വിചാരിച്ചത് ലാസ്റ്റ് സംസാരത്തിൽ ഇവന്മാരെല്ലാം ലാസ്റ്റ് ഒരു മീറ്റിംഗ് വെച്ച സമയത്ത് ഇവന്മാരെല്ലാവരെയും സംസാരിച്ച് ഇവന്മാരെല്ലാം തിരിച്ച് ടി വി കയറുന്ന രീതിയിൽ സംസാരിക്കാനാണ് നമ്മളെല്ലാം നോക്കിയത്. പക്ഷെ അത് എന്ത് പ്രതീക്ഷേനെക്കാട്ടിയും മോശമാവുകയാണ് ചെയ്തത്. എനിക്കത് എന്തൊക്കെയോ കൊണ്ട് അറിയത്തില്ല. സോ ഇത് എന്ത് നിങ്ങൾക്കിപ്പോൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ പോണതുപോലെ പോട്ടെ ഗൈസ്. ഒരു വെയിറ്റ് ചെയ്യടാ ഞാൻ എന്താ ഇപ്പോൾ വരാം ഒരു സെക്കൻഡ്. ഇപ്പോൾ ഒരു ഫ്ലോയിൽ ഇപ്പോൾ പോകണുണ്ട്, മനസ്സിലായി? ഇതിപ്പോൾ ഒരു ഫ്ലോയിൽ പോകുന്നുണ്ട്. ഇപ്പം ടി വിയിലുള്ള ഒരു കാര്യം എനിക്കറിയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഈ ഇറങ്ങേണ്ടി വന്നവർ ഇവരായിട്ടുള്ള ഇവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് തിരിച്ചു കയറാനാണ് എന്തായാലും താല്പര്യം. ചില ഒരാളെയും ടി വിയിൽ നിന്ന് കളഞ്ഞിട്ട് ഒരാൾ മാത്രമായിട്ട് കയറും അങ്ങനെ അവർ കയറൂല. അവർക്ക് എല്ലാവർക്കും തിരിച്ചു കയറുമ്പോൾ എല്ലാവരും വേണം എന്നുള്ളവരാണ് അവരുടെ മൈൻഡ് സെറ്റ്, മനസ്സിലായോ? എൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, എൻ്റെ കാര്യം ഒഴിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി അത് ആ രീതിയിൽ എടുക്കരുത്, മനസ്സിലായോ? എൻ്റെ കാര്യം അല്ലെങ്കിൽ പോലും ബാക്കി എല്ലാവരും ഒരുമിച്ച് കയറാനായിട്ട് അവർക്ക് ഒരുമിച്ച് കയറാനാണ് ഇഷ്ടം, അല്ലാതെ ഒറ്റയ്ക്ക് അവർ കയറൂല. ഒരാളെ മാറ്റി നിർത്തിയിട്ട് അതങ്ങനെ ഇതാക്കിയാൽ അത് ശരിയാവും, അത്രേ ഉള്ളൂ. ഫ്ലോയിലാണ് ഞങ്ങൾക്ക് ഇടയിലെല്ലാം തന്നെ ഫ്ലോയില്ല എന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുകയില്ല. അണ്ണൻ്റെ വിഷയമല്ല ഞാൻ പറയുന്നില്ല. അണ്ണ എന്ന് വിചാരിച്ചാൽ നമുക്ക് ഓക്കെ. അപ്പം ഇത് ഞാൻ ഈ ടോപ്പിക്ക് തന്നെ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകണില്ല ഗൈസ്. ഇനി വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് ആ ഒരു ടോപ്പിക്ക് തന്നെ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കാര്യങ്ങൾ. എന്തായാലും തിരിച്ച് ഇവരൊക്കെ കയറുന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും ഒരുമിച്ചായിട്ടായിരിക്കും കയറുന്നത്, അല്ലാണ്ട് ഒരാളായിട്ടും രണ്ടുപേരായിട്ടും വരത്തില്ല. ഇവരെല്ലാവരും തിരിച്ച് കയറണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. തിരിച്ച് കയറാൻ വേണ്ടിയിട്ട് മാക്സിമം ലാസ്റ്റ് വരെ അണ്ടിൽ ടി വിയിൽ മൾട്ടിപ്പിൾ റിക്രൂട്ട്മെൻറ്റ് വന്ന് കുറച്ച് പേർക്ക് ഇവിടെ നിന്ന് തിരിച്ച് കയറാൻ പറ്റൂല എന്ന് വന്നാൽ മാത്രമേ തിരിച്ച് കയറാതിരിക്കുക എന്നുള്ള ലെവലിലോട്ട് പോകത്തുള്ളൂ. അതുവരെ എന്തായാലും എല്ലാവരും കയറാൻ വേണ്ടി തന്നെ ഉള്ള രീതിയിലായിരിക്കും നിൽക്കുന്നത്. ആരും എനിക്ക് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ 2500 ഗൂഗിൾ പേ. 2 വട്ടം
500 വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആരാണേലും. താങ്ക്സ് സോ മച്ച്. എനിക്കൊന്ന് രാധാകൃഷ്ണൻ ബ്രോ ആയിരിക്കും. താങ്ക്സ് സോ മച്ച്. യു വർട്ടക്സ് ബ്രോ, താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ് ബ്രോ. എല്ലാം അതിൻ്റെ ടൈമിലുണ്ടെന്ന ഇവർ കയറിയാരില്ലേ, ഇവർ കയറിയെങ്കിൽ ഡിമണിൽ ഗ്യാങ്ങായിട്ട് കളിക്കാം. ആ ഇവര് നോക്കാൻ കഴിച്ചത്, അതായത് എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ ഒന്ന് പ്ലാനായിട്ട് ഇടുന്നില്ല, മനസ്സിലായില്ല. ഇപ്പം ഡിമണ്ടിൽ ഗ്യാങ്ങായിട്ട് കളിക്കുന്നതോ അല്ലെങ്കിൽ എക്സ്ലാൻഡിസിൽ പുതിയ ഗ്യാങ്ങായിട്ട് കളിക്കുന്നതോ ഇതൊന്നും ഞാൻ ഇപ്പം ഒരു പ്ലാനായിട്ട് പറയുന്നില്ല. അതൊക്കെ ലാസ്റ്റ് ഓപ്ഷനാണ് കേസ്, മനസ്സിലായത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തിരിച്ച് കയറത്തില്ല എന്ന് 100% ഉറപ്പ് വരുന്ന സമയത്ത് ഉള്ളതാണ്. ഞാൻ ഇപ്പം പറഞ്ഞ. ഓ ഹലോ ഹലോ. ഹായ് സർക്കന. ഓ പറയാ, എന്താ പരിപാടി? എന്താ പരിപാടി? ഒരു പരിപാടിയില്ല, ഇങ്ങനെ ഈ കൊച്ചു പിള്ളേരുടെ കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുക, എല്ലാവരുടെ ലവ് സ്റ്റോറി കേൾക്കുക. അറിയില്ല. ഹലോ. ലവ് സ്റ്റോറി? എല്ലാവർക്കും ലവ് സ്റ്റോറി ഉണ്ട്. இங்க வந்தது இங்க ஏதாவது தமிழா நீங்க? ஓகே 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 ஓகே. இங்க கேமரா ஃபிட் பண்ண சொல்லி அனுப்பிட்டேன், ஆனா எங்க ஃபிட் பண்றது தெரியல. നിങ്ങളെ പേര്? എന്റെ പേര് ചാർലി. ചാർലി മലയാളിയാ. അത് പുള്ളി തമിഴ് പറഞ്ഞോണ്ട് കൂടെ പറഞ്ഞത്. ഇതാ കൂടെ ഉള്ള ആര്? ഇത് കോയ കോയ. ക്യാമറ ഫിക്സ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ആ നമ്മളോട് പറഞ്ഞു ഇവിടെ ക്യാമറ വെക്കണോന്ന് പറഞ്ഞ് ഇവിടെ ഗാരേജിന്റെ അവിടെ. ഓ 2 സ്ഥലത്തായിട്ടങ്ങ് വെച്ചോ? അയ്യേടാ ചെറുക്കാടാ, ഇവിടെ തോന്നിവാസം ചെയ്യാതിരിക്കാനാണ് ക്യാമറ വെക്കുന്നത്, അല്ലാതെ ഇവിടെ കുളിക്കാൻ വരുന്നവരെ ക്യാമറ വെക്കുന്നില്ല. നീ എന്തിനു പറയുന്നത്? എടാ ബീച്ചിൽ, ഇവിടത്തെ ബീച്ചില് കുളിച്ചൂടാത്ത ബീച്ചാണിത്. നിങ്ങളുടെ കൊച്ചാണോ? അല്ലല്ല എന്റെ അടുത്തൊന്നുമല്ല അത്. പിന്നെ നെഞ്ചിലെ ആ ഫോട്ടോ ഉണ്ടായിരുന്നൂടെ? നെഞ്ചിലൊരു ഫോട്ടോ വെച്ചിരിക്കുന്നുണ്ടല്ലേ? കണ്ടിട്ടുണ്ടല്ലോ.